സൺഡേ സ്പെഷ്യൽ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് ഏട്ടൻ പതിവില്ലാതെ നമുക്ക് ഫുഡ് അടിക്കാൻ പോയല്ലോ ചോദിച്ചത്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വിട്ടു എമറാൾഡിക്ക്. അങ്ങനെ എമറാൾഡിലെ കാഴ്ചകളെല്ലാം കണ്ടുകൊണ്ടിരുന്നപ്പോഴേക്ക് ചേച്ചി ഇതേ പൊറാട്ടയും കൊണ്ട് വന്നു. പൊറാട്ട മാത്രം ലക്ഷ്യം വെച്ച് പോയി ഞങ്ങളോട് ഏട്ടൻ ബിരിയാണി കൂടെ പറഞ്ഞാലോ എന്ന്. പിന്നെന്താ, ആയിക്കോട്ടെ എന്ന് ഞങ്ങളും. അങ്ങനെ പൊറാട്ടയും ബിരിയാണിയും എല്ലാം നല്ലപോലെ മടമടാന്ന് അടിച്ചു. കഴിക്കൽ കഴിഞ്ഞാൽ പാർക്ക് കളിക്കാൻ വിടാന്ന് പറഞ്ഞിട്ടാണ് മക്കള് കഴിക്കാൻ തന്നെ വന്ന്. അങ്ങനെ അവരത് കഴിച്ചു കഴിഞ്ഞത് നേരെ ഓടി പാർക്കിലോട്ട്. പൊറാട്ടയും ചിക്കൻ ബിരിയാണിയൊക്കെ നല്ലപോലെ ദഹിക്കണ്ടേ. വാവ വലിയ വാശിയൊന്നുമില്ലാതെ കളിച്ചു നടക്കുന്നത് കണ്ടപ്പോ എനിക്കൊരാഗ്രഹം, ഒന്ന് കേറിയാലോ. കാര്യം ഇത് പിള്ളേർക്ക് കളിക്കാനുള്ളതാണെന്നെങ്കിലൊക്കെ നമുക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ. ഞാനും കയറി കുറച്ചു നേരം കളിക്കാൻ. ഏട്ടൻ കുറെ നേരം വേണ്ട വേണ്ട പറഞ്ഞു. പിന്നെ പറഞ്ഞു കേൾക്കുന്നില്ല എന്ന് കണ്ടപ്പോ പിന്നെ മിണ്ടാണ്ടിരുന്നു. ഇവരൊക്കെ വലുതായി പറഞ്ഞേക്കുന്ന കാലത്ത് നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങളെല്ലാം ചെയ്യാന്ന് വിചാരിച്ച് കാത്തിരുന്നു കഴിഞ്ഞാൽ അടുത്ത കാലത്തൊന്നും ഇതിന് പറ്റില്ല എന്ന് എനിക്ക് ഈടായിട്ട് മനസ്സിലായി. കാരണം ഞാൻ എൻ്റെ ദേവുട്ടി വലുതാകുമ്പോഴും ഇതന്നെ ആഗ്രഹിച്ചിരുന്നു. അവളൊന്ന് വലിയ കുട്ടിയായ എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഓടി നടക്കാൻ. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. അവളും ഇപ്പോഴും ആ കുട്ടിത്തരത്തിൽ നിന്നൊരു മാറ്റമില്ല. അപ്പം ഞാൻ എൻ്റെതായ ഇഷ്ടങ്ങളോട് കൂടെ പോകാൻ തുടങ്ങി. വാവ ഒരുവിധം നടന്ന് ക്ഷീണിച്ച് ഏട്ടൻ്റെ തോളിൽ കയറി ഉറക്കം വരാറായി. പിന്നെ മ്യൂസിക് എവിടെ കേട്ടാലും ഡാൻസ് ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ്. പിന്നെ ദ്രൗപും ദേവുട്ടിയും നല്ലപോലെ ഡാൻസ് കളിച്ച് അവസാനം ഏട്ടൻ തന്നെ തോന്നി ലാസ്റ്റ് ഇതിന്റെ ഓണർ വന്ന് നമ്മളോട് ഈ വഴിക്കിനി വരരുത് പറയുന്നു. പിന്നെ അങ്ങനത്തെ അവസ്ഥ ഉണ്ടായില്ല. ഞങ്ങൾ മാക്സിമം അവിടുത്തെ മുതലെടുപ്പ് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരിക്കും ടാറ്റാ ബൈ ബൈ.